ഹലോ സുഹൃത്തുക്കളെ, കേരളത്തിന്റെ മതസൗഹാർദ്ദം എത്രത്തോളം കടലിനേക്കാൾ വലുപ്പത്തിലാണെന്ന് ഇപ്പോഴാണ് ഇതുപോലുള്ള വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത്രയധികം വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതിൽ നിന്ന് ഒരു പുഴയോളം മാത്രം ഞാൻ ഓർത്ത് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ഉരുപൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ. കാരണം അത് നമുക്ക് 110% മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകും. ഇതാണ് നമ്മുടെ കേരളം, യഥാർത്ഥ കേരളത്തോളം ഇതാവണം നമ്മുടെ കേരളം. ഇപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ഇത് തകർക്കാൻ നോക്കുന്നത് അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയ വനീലനകരാഗമായി പോയി വരൂ ഫാത്തിമ, ഹൃദയ വനീലനകരാഗമായി പോയി വരൂ ഫാത്തിമ, പ്രേമിതൻ നാഥമായി പൂമകൾ ഫാത്തിമ. മധുകളാൽ മനമുരുകും മരതക മലരുകൾ വിരിയുകയായി മശരിഖിലും മഗ്രിബിലും മഹ്മൂദിൻ സുരി ഉയർത്തയായി. സകല ജമാൽ തോൽക്കുന്ന അരിശനിലും കാണാത്ത പ്രഭയൊളി നൂറ് എന്റെ കൽപകമിൽ വാഴുന്ന ഉത്തരസൂല്. വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരിശനിലും കാണാത്ത പ്രഭയൊളി നൂറ് എന്റെ കൽപകമിൽ വാഴുന്ന ഉത്തരസൂ. കുഞ്ഞുമോനെ, നീ ഒന്ന് ചോദിച്ചടാ, ഇത്രയുള്ള മനുഷ്യൻ, ഇത്ര കണ്ടട മനുഷ്യൻ. പോയി വരൂ ഫാത്തിമ, പ്രേമിതൻ നാഥമായി പൂമകൾ ഫാത്തിമ. അസ്സലാമലൈക്കും. എന്റെ പേരെന്താ പറയാ? പേര് വിഷ്ണു. ഉറക്കെ പറ. വിഷ്ണു ട്ടോ, പേര് വിഷ്ണു. ഇതാണ് ഞങ്ങളെ മഹല്ലത്തെ നബിദിനം. നമ്മളെ മഹല്ലത്തെ നബിദിനം പറഞ്ഞ ജാതി മത ഭേദമന്യേ അല്ലേ? അഷ്റഫ് ബശറായി ഉദിത്തവര്, അറിവിന്റെ നിറക്കതിരായവര്. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ണത്തുകിലോ മലരണി പൂരണ കവിളോ തേൻമൊഴിച്ചൊടിയിൽ ഹിതകരപ്പാൽ ചിരിത്തരുളോ. പരമാനന്ദമേ തരുമാലംബമേ കൃപയോനും കവേ മൃദുരാകാരമേ നബി ഹൃദയ വനീലനകരാഗമായി പോയി വരൂ ഫാത്തിമ. വാഹനൂറിനാഗതം തോരണം പ്രശോഭിതം പാരിലാകെ പരിമളം. فاختفت منه البذور مثل حسنك ما رأينا يا رسول الله قط يا وجه السرور يا حبيب الله. تمية وجهها بل الذي محمود من
എടാ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു വീഡിയോ. ഈ കാഴ്ച നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലല്ലാതെ മറ്റെവിടെ കാണാൻ കഴിയാം. ഗൈസ്, ദൈവം ഈ വർഷം നമുക്ക് അനുഗ്രഹിച്ചു തന്നൊരു വർഷമാണ് തോന്നുന്നത്. ഇന്നലെ നബിദിനം, ഇന്ന് ഓണം. ഗൈസ്, ഈ സ്നേഹവും ഊഷ്മളതയും എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ, മന്ദാര ചെപ്പിൻ്റഴകാണോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ മുഹമ്മദ് നബിയേ, നബിമാരിലുള്ള ഷഫീഅേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അഷ്റഫുൽ ഖൽഖായ ത്വാഹ, ചൊരിയണം ഞങ്ങളിൽ റാഹ. സല്ലല്ലാഹു അലാ മുത്തേടം സല്ലല്ലാഹു അലാ. അങ്ങനെ നോട്ടുമാലേന്റെ പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ ഈ വർഷത്തെ നമ്മളെ സന്തോഷം നിറഞ്ഞ നബിദിനം കൂടി വന്നെത്തിയില്ലേ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നബിദിന ആശംസകൾ. പിന്നെ അതാ നമ്മൾ നോട്ടുമാലയൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ മഹലിൽ നിന്ന് ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മളെ നബിദിന കുട്ടികളെ റാലി എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന് ഭയങ്കര ആകാംക്ഷയിലും സന്തോഷത്തിലും നിൽക്കുകയാണ്. ഇപ്രാവശ്യം നമ്മള് കുഞ്ഞു മധുരമൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മളെ അമ്മയ്ക്ക് ഇപ്പൊ അസുഖം ഇങ്ങനെ ആയ സ്ഥിതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. മൊഴിച്ചൊടിയിൽ ഹിതകരപ്പാൽ ചിരിത്തരുളോ. പരമാനന്ദമേ തരുമാലംബമേ, കൃപയോനും കവേ മൃദുരാധാരമേ. നബിഹൃദയ വനീലനകരാഗമായി പോയി വരൂ ഫാത്തിമ പ്രേമികനാഥമായി. പ്രിയമുള്ളവരെ നമസ്കാരം. നബിദിനമായിട്ട് നമ്മുടെ ചെക്കനൊരാഗ്രഹം നബിദിന ചോറ് കഴിക്കണമെന്ന് പറയുന്ന കേട്ടോ. മച്ചാമാരെ, നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു, കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു. ഞാൻ നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അത് ആ പള്ളിക്ക് നിന്ന് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടും. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് പറഞ്ഞാണ് ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കാം. അപ്പൊ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇടിച്ചതറട്ടെ. എല്ലാവർക്കും നബിദിന ആശംസകൾ ട്ടാ. നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അതൊന്നും വിഷയമല്ല. എല്ലാവരും നബിദിന അടിപൊളി ഇടിച്ചതറട്ടെ പരിപാടികൾ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ കാവശ്ശേരി ചുണ്ടക്കടലാണ്. അതുപോലെ തന്നെ ഇതാണ് കേരളം. ജാതിമത ഭേദമില്ലാതെ നബിദിന ആഘോഷ റാലിയാണ് ബാഗിൽ നമ്മുടെ പുറകിൽ നടക്കുന്നത്.
നാട്ടുകാരെല്ലാം ക്യൂ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടു ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല, ഇതാണ് നല്ല ബീഫ് ബിരിയാണി, അടിപൊളി ബീഫ് ബിരിയാണിയാണ്. നബിദിനം പ്രമാണിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഒരുപാട് പേർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വർക്ക് അണിയറയിൽ നടക്കുന്ന കാഴ്ചകളാണ് ഇത്. കണ്ടില്ലേ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. 200-200ഓളം പേരുണ്ട് കേട്ടോ ഇതൊന്നും വിളമ്പാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അടുപ്പിൽ ഓരോ ചെമ്പ് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. തീരമ അടുത്തെടുത്ത് കണ്ടില്ലേ, അപ്പം തീരമം വെച്ചുകൊണ്ടിരിക്കുക അടുത്ത അടുപ്പിൽ. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ നബിദിനത്തിന്റെ കാഴ്ച. നിങ്ങളുടെ നാട്ടിലെ നബിദിനം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഈ സ്ഥലം വർക്കല നടയറയാണ്. അങ്ങനെ നമുക്കും കിട്ടി ഒരു പാക്കറ്റ്.